അത് സംഭവിക്കാൻ പോകുന്നത്? എല്ലാവർക്കും നമസ്കാരം. ആടുതീന്റെ ഒരു ചെറിയ ഒഫീഷ്യൽ പൂജ പരിപാടി നമ്മൾ നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പം ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത്. നമ്മൾ 15-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. ശിവചേട്ടൻ്റെ മാനക പ്രൊഡക്ഷൻ കൺട്രോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ 2015 ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത് ബോക്സ് ഓഫീസിൽ അണ്ടർ പെർഫോം ചെയ്തൊരു സിനിമയായിരുന്നു. അത് പറയാനുള്ള നല്ലൊരു വാക്കാണ്. വിഷമിപ്പിക്കേണ്ട പറഞ്ഞിട്ട് ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോയൊരു സിനിമയാണ്. അതാണ് റിയാലിറ്റി. അണ്ടർ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ രണ്ടാം ഭാഗം എങ്ങനെ വന്നു നിങ്ങൾക്കറിയാം. അപ്പൊ തൊട്ട് നമ്മൾ ആലോചിച്ചിരുന്നത് ഇതൊരു ട്രിലജിയാക്കി, ഒരു 3 പാർട്ട് ഫിലിമാക്കി ഈ യൂണിവേഴ്സ് അവസാനിപ്പിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് വലിയ സിനിമയായി. ഇപ്പം ആളുകൾ ഓൺലൈനിലും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ആട് 3 സോംബി ചിത്രമായിരിക്കും എന്നുള്ളതാണ് മേജർ ചോദ്യം. അതാദ്യമേ അല്ല എന്ന് പറയുന്നു. എന്തായാലും സോംബി പടമല്ല. പക്ഷേ ഇത്തവണ നമ്മൾ ആടിന്റെ സ്വഭാവം മാറ്റാതെ, അതിന്റെ ഫ്ലേവറുകൾ ഒന്നും മാറ്റാതെ സിനിമ അല്പം വലുതാക്കുകയാണ്. പ്രൊഡ്യൂസർ പറയാൻ അനുവാദം തന്നത്രയും മാത്രമേ ഞാൻ പറയുള്ളൂ. അത് അല്പം വലുതാക്കുകയാണ്. നമ്മളൊരു സ്ലാപ്സ്റ്റിക് സിനിമയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ എപ്പിക് ഫാന്റസിയിലേക്ക് പോവാണ്. ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ജോണറല്ല എപ്പിക് ഫാന്റസി. നമുക്കറിയാം, എപ്പിക് ഫാന്റസി എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് ഫാന്റസി ഉണ്ടാവണം, പടത്തിനൊരു എപ്പിക് സ്വഭാവം ഉണ്ടാവണം. എൻ്റെ മനസ്സിൽ എപ്പിക് ഫാന്റസി എന്നൊക്കെ പറയുമ്പോൾ തന്നെ രാജാവും കുതിരകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ചിത്രമാണ് വരിക. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു എപ്പിക് ഫാന്റസിയിലേക്ക് ഇത്തവണ കാലെടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതിലെ ഫാന്റസി എലമെന്റുകൾ അത് സർപ്രൈസ് ആക്കി വെക്കുന്നത്. എന്തായാലും അത് സോംബി ആയിരിക്കില്ല, സംതിങ് എൽസ്. അപ്പോ എന്റെ കരിയറിലെ, ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മെയ് 15 തുടങ്ങാൻ പോവാണ്. അപ്പോൾ അത് ഒരു പക്ഷേ വെൽക്കം മിസ്റ്റർ റോണി. അപ്പോ ഇതിന്റെ ചെലവിനെ കുറിച്ചും ഇതിന്റെ ബജറ്റ് പ്ലാനിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, ഇതിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തായാലും തിയേറ്ററിലെത്തും. ഇത്തവണ കണ്ടതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു സിനിമ കാണാനായിരിക്കും അവർ ആഗ്രഹിക്കുക. ആ വ്യത്യസ്തത നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാണ്. ഇപ്പം മെയ് 15 ഷൂട്ട് തുടങ്ങുകയാണ്. ആട് 1-ലും 2-ലുമുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വരുന്നതായിരിക്കും. കൂടെ ഫാന്റസി എലമെന്റ് ആയിട്ടും അല്ലാതെയും ഒരുപാട് നെഗറ്റീവിലാണെങ്കിൽ ഒരുപാട് പുതുമകളുണ്ടാവും. അപ്പൊ ഈ ക്രിസ്മസിന് ഇതിന്റെ CG വർക്കും പരിപാടികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് ഷാജി ബാബനും സംഘവും എത്തുമെന്നാണ് കരുതുന്നത്. അപ്പോ ക്രിസ്മസ് കുറിക്കാനുള്ള പരിപാടികളാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യുമ്പോൾ CG ഒക്കെ തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. കാരണം അത്രയും CG ഒക്കെ വരുന്ന സിനിമയാണ്. ആസ് ഓഫ് നൗ ക്രിസ്മസ് ആണ് നമ്മുടെ പ്ലാൻ. ലിസ്റ്റിംഗ് വെച്ച് ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ച പ്രേക്ഷകരോടാണ്. കാരണം ആട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജയേട്ടനൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ മറ്റ് സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു നിരാശ ഉണ്ടാവുമല്ലോ. നമുക്ക് പണം പൊട്ടി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല, വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് തുടങ്ങിയ റിയാലിറ്റിയൊക്കെ നമ്മൾ അനുഭവിച്ചു വരുന്ന ഒരു സമയം. അപ്പൊ ചേട്ടനൊക്കെ വിളിച്ചിട്ട് ചേട്ടാ നമുക്ക് ആ പടം ചെയ്താലോ ഈ പടം ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് പല കഥകളും ആലോചിക്കുമ്പോൾ ഈ സിനിമ തിരിച്ചു വരുമെന്നോ, ഇദ്ദേഹം ഒരിക്കൽ കൂടി ഷാജി പാപ്പനായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ, സൈജു കുറുപ്പ് ഒരിക്കൽ കൂടി അറക്കിളവുമായിട്ട് വരേണ്ടി വരുമെന്നോ, ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ തിരിച്ചു വരേണ്ടി വരുമെന്നോ ഞങ്ങൾ വിചാരിച്ചതേ. അവിടെയാണ് നമ്മുടെ രണ്ടാം ഭാഗം സംഭവിക്കുന്നത്. രണ്ടാം ഭാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ സിനിമ ചെയ്യണം. പിന്നെ നമുക്ക്
അതിലേക്കുള്ള യാത്ര ഇവിടെ വരെ എത്തിച്ചു. വളരെ ലളിതമായ ഒരു പൂജാ ചടങ്ങാണ്. ഓഡിയോ ലോഞ്ച് ഗ്രാൻഡ് ആക്കാനുള്ള പരിപാടിയാണ് പ്രൊഡ്യൂസറുടെ. അപ്പോൾ പൂജ ഞങ്ങൾ ലളിതമായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിവിടെ വരെ എത്തിച്ച ഈ ഇത്രയും വലിയ എപ്പിക് ഫാന്റസി സിനിമയുടെ വേദിയിലേക്ക് വരെ എത്തിച്ച പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയാം. കാരണം യു ആർ റൈറ്റ്, യു ഗേവ് us a second chance and now it is a third chance and definitely ഞങ്ങൾ ഡെലിവറി ചെയ്തിരിക്കും. അതിനുള്ള ശ്രമമാണ്. ഇനി there is no going back. There is no turning back. ഞങ്ങൾ വിചാരിച്ചൊരു സിനിമയിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അതിന് സാക്ഷിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. കൂടുതലൊന്നും പറയാനില്ല. കൂടെ ഉണ്ടാവണം. ക്രിസ്മസിന് സ്ക്രീനിൽ കാണണം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. രാവിലെ ഇന്നലെയാണ് ആക്ച്വലി 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കാം എന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം 15-ാം തീയതി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചെങ്കിലും ഇതിൽ ഒരുപാട് പേര് ബോംബെയിൽ നിന്നും പല റീജൻസിനും വരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം വളരെ ദുഷ്കരമായ ഒരു സമയത്തൂടെ കടന്നു പോകുമ്പോൾ പ്രാക്ടിക്കലാണോ, എയർപോർട്ട് അടയ്ക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിന്നു. പിന്നെ ഇന്നലെ ബോംബെ എയർപോർട്ട് അടയ്ക്കില്ല, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റിലാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ 2 ദിവസം മുമ്പാണ്. എന്നാൽ വളരെ ചെറിയൊരു ചടങ്ങ് ഇന്ന് വെക്കാം. ഞാൻ ഇതിനോട് പറഞ്ഞ മ്യൂസിക് ലോഞ്ച് എലാബറേറ്റ് ആയിട്ട് വെക്കാം. അപ്പം ഞാൻ മ്യൂസിക് ലോഞ്ച് സമയമായിട്ട് പറയാമല്ലോ, ട്രെയിലർ ലോഞ്ച് നമുക്ക് എലാബറേറ്റ് ആയിട്ട് വെക്കാം. അപ്പം ഇതെല്ലാം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ വന്ന കംപ്ലീറ്റ് മീഡിയ, ഓൺലൈൻ മീഡിയ, ഒരുപാട് നന്ദി. ഇതൊരു അനൗൺസ്മെന്റും ഒരു ലോഞ്ചും പോലെ തന്നെയാണ് തന്നെ. ഇന്നലെ ഈവനിങ് ആണ് എന്നാൽ ആംഗ്രി സിദ്ധാർത്ഥ എന്നെ വിളിച്ചു. സിദ്ധാർത്ഥനെ വിളിച്ചപ്പോൾ എന്ത് പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആട് 3D എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചത് 3D-ലാണ്. അതുകൊണ്ടാണ് ആടി അല്ല, ഇത് ആട് 3. അപ്പം ആട് 3D-യിൽ അല്ല ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് മാസ് എന്റർടൈനറാണ്. അപ്പം നമുക്കതിൽ ഒരു 3D ഒരു വിഷ്വൽ ഇതുള്ള ഒരു തിയേറ്ററുകളിൽ മാത്രം കാണേണ്ട ഒരു സിനിമയല്ല ഇത്. ഇത് എല്ലാ തിയേറ്ററുകളിലും ഒരു കഴിവതും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ മാഗ്നിറ്റ്യൂഡിലാണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് നിസ്സംശയം പറയാം. ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ബഡ്ജറ്റ് മൂവീസ് ഇൻ മോളിവുഡ് ആയിരിക്കും ആട് 3 എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ബിക്കോസ് ഇതുവരെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റിന്റെ എസ്റ്റിമേറ്റ് ഇടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ബിക്കോസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ദിവസവും കൂടി വരികയാണ്. ഇനി DOP അഖിൽ ജോർജ് ഓരോ ദിവസവും സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാടോടി ആർട്ട് ഡയറക്ടർ ഓരോ ദിവസവും തൂണിന്റെ കുതിരകളുടെ എണ്ണവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഓരോ ദിവസവും ഷിബു എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഷിബു പറയുന്ന ഒരു ഇതുണ്ട്, സാറിന്റെ ഇവിടെയൊക്കെ നിൽക്കത്തില്ല കേട്ടോ. അത് കേട്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് എണീക്കുന്നത്. ഇതിവിടെയൊക്കെ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ ഷിബു എന്തായി, ഷിബുവിന്റെ കോൾ വരുമ്പോ തന്നെ പേടിയാണ്. അപ്പൊ ആ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും സ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ യാത്രയാണ്. ഒരു ആടിന്റെ യാത്രയെ കുറിച്ച് പല ഓൺലൈൻ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മിഥുൻ മേനോൻ തോമസിന് ഡയറക്ഷൻ എക്സ്പെരിമെന്റിനായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരെ ആടിന് സാധിച്ചു എന്നത് ദൈവ നിശ്ചയമാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹമാണ്. ഞങ്ങളുടെ ഓഡിയൻസിന്റെ ഏറ്റവും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി. ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് എവിടെ പോയാൽ എനിക്ക് ആട് ഇമിഗ്രേഷൻ, ഞാനിപ്പോൾ വെളിയിൽ പോവാണ്, ഇമിഗ്രേഷൻ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ഹോട്ടലിൽ പോയാൽ ബിരിയാണി സെർവ് ചെയ്യുന്നതിന് മുമ്പ് സെർവ് ചെയ്യുന്ന ആള് ചോദിക്കുന്ന ചോദ്യം ആട് 3 എന്ന് പറയുന്നത്. ഊബർ ഡ്രൈവർ അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ വേറെ ഒരു കാര്യവും അവർക്ക് അറിയണ്ട. എന്നെ കണ്ടാൽ അപ്പം ആട് 3 എന്ന് വരും എന്നുള്ള ചോദ്യമാണ്. അത്രമാത്രം ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ബോംബെയിലും റെസ്റ്റ് ഓഫ് ദ
ഷമീർ എന്നാണ് വിളിക്കുന്നത്. അപ്പം അവർക്ക് തന്നെ ഒരു സംശയം, എനിക്ക് സെക്കൻഡ് നെയിം ഷമീർ എന്നാണോ, പിന്നെ ആട് 3 എന്ന് വരും. അങ്ങനെ എല്ലാവരോടും ഞാനിത് ആൻസർ ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. അതിന് ഇന്ന് ആ ഡ്രീമിന് ആ സ്വപ്നത്തിന് ഇന്ന് ചിറക് മുളയ്ക്കുകയാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ എനിക്കിന്ന് 2 സന്തോഷങ്ങളാണ്. ഒന്ന് ഞങ്ങളുടെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റ് ആടിന്റെ ലോഞ്ചിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്ത മറ്റൊരു ചിത്രം പടക്കളം വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു മോട്ടിവേഷനാണ്. കാരണം അതും ഒരു ഫാന്റസി ചിത്രമാണ്. അപ്പം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഫാന്റസി മൂഡ് പിടിക്കുകയാണെങ്കിൽ ഫ്രൈഡേ ഫാന്റസി ഹൗസ് ഒന്ന് മാറ്റേണ്ടി വരുമോ, കാരണം ആട് 3 ഫാന്റസിയാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പം ഇതെല്ലാം സിനിമ തന്നെ ഒരു ഫാന്റസിയാണ്. അപ്പം പടക്കളം ടീം ഇവിടെ ഉണ്ട്, ഇതിന്റെ ഡയറക്ടർ ടീം എല്ലാം ഞങ്ങളുടെ ഈ ആടിന്റെ ലോഞ്ചിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതിന് ഒരു കേക്ക് കട്ടിങ്ങിന് ശേഷം നിങ്ങളുടെ എല്ലാം വിളിച്ച് ചെയ്യും. അപ്പോൾ കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എല്ലാവരും സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിക്കാം. ഞാൻ മിഥുനെന്ന് പറഞ്ഞു, ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും സിനിമകൾ അത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം. ഞാൻ തന്നെ അത് ഘട്ടമായിട്ട് ചെയ്തോളാം. അതുകൊണ്ട് ഞാൻ മിഥുൻ സംസാരിക്കും. മിഥുൻ ഇന്നലെ വിളിച്ചോളൂ, ഞാൻ ഇതെല്ലാം കൊണ്ട് പറയട്ടെ ചേട്ടാ, ഇത് കഥ തന്നെ ഉണ്ടല്ലോ ഫുള്ള്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം പ്ലീസ്. ഡയറക്ടർ എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിരുന്നു. അതുകൊണ്ട് മിഥുൻ ഒരു ലോല ഹൃദയനാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചാൽ മിഥുൻ കഥ വരെ പറഞ്ഞു തരും. അതുകൊണ്ട് എന്നോട് മാത്രം ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നിങ്ങൾ എന്ത് ചെയ്തു ആ ഡോളേഴ്സ് എല്ലാം കൊണ്ടുപോയി? അതെല്ലാം ഇനി കാണാൻ പോകുന്നുണ്ട്. അതിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഫുൾ കഥ ഞാൻ ഇവിടെ പറയേണ്ടത് പറയട്ടെ. ഓക്കെ, എന്നാലും വളരെയധികം സന്തോഷം. ഇന്ന് ഈ പറഞ്ഞതുപോലെ ഈ ആട് 3യുടെ ലോഞ്ചിന് നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അത് മറ്റൊന്നും കൊണ്ടല്ല, വീണ്ടും ഒരു ഷാജി പാപ്പൻ ആകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം. കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ പോയാൽ ഇതെന്റെ എനിക്ക് തോന്നുന്നു 107ാമത്തെ സിനിമയാണ് ആട് 3. അപ്പോ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ, കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നാലും പ്രായഭേദമന്യേ ആളുകൾ ചോദിക്കുന്നത് ഷാജി പാപ്പ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. മാത്രമല്ല, ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം ഏതാ പടത്തിന്റെ ഷൂട്ടിങ് നമ്മളിങ്ങനെ ആടെന്ന് പറഞ്ഞ പടം. ഓക്കെ. അടുത്ത തവണ ചെല്ലുമ്പോഴത്തേക്ക് അത് മാറി, സിനാരി മാറിയിട്ട് പാപ്പോ ഷാജി പാപ്പോ എന്ന് പറയും. അത് വളരെ റയറായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒരുപക്ഷെ സിനിമയുടെ പേര് അറിയാൻ പറ്റും, ആക്ടറുടെ പേര് അറിയാൻ പറ്റും, കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ്. എവിടെ ചെന്നാലും പേര് വിളിക്കുക എന്നുള്ളത് അതൊരു വല്ലാത്ത അനുഭവമാണ്. എപ്പോഴും എനിക്കും ഈ ക്യാരക്ടറിനെ മിസ് ചെയ്യാറുണ്ട്. ഇവര് ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും, നല്ല ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഞാനും അല്ലെങ്കിൽ നല്ല ആഘോഷങ്ങളൊക്കെ പറയും, ഞാൻ ചിന്തിക്കും എന്ത് ചെയ്യായിരിക്കും, നടക്കടിച്ചിട്ടിരിക്കുകയായിരിക്കും എല്ലാവരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കുമുണ്ട്, അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ആഗ്രഹവും എനിക്കുണ്ട്. അതൊക്കെ വളരെ റേറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയാ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക, അത് ഫ്ലോപ്പ് ആവുക, അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമയുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇത് സെക്കൻഡ് പാർട്ട് എന്താ പറയാ ചിന്തിച്ചൂടെ. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച്. പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡേ നമ്മൾ മറന്നു. പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആട് 2 ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക്, ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്കും ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാക്കുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എൻ്റെ വൈഫാണ് ചെയ്തത്. വളരെ യുണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം, എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യൂം ആയിരുന്നു. അടുത്തേക്കും എന്തെങ്കിലും ചേച്ചി കൊണ്ടിട്ടില്ലേ. അപ്പോ അങ്ങനത്തെ കുറെ അധികം നല്ല ഓർമ്മകൾ. അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജനാണെങ്കിലും ഡ്യൂഡാണെങ്കിലും
അവൻ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. മിഥുന്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആട് 2 എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലും ഗംഭീരമാവട്ടെ ആട് 3 ഞാൻ പ്രാർത്ഥിക്കുന്നു. വിജയ് ബാബുവിന്റെ ഗഡ്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക, അത് എടുത്ത് വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആട് 3 എത്തുമ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ മങ്കിപ്പനാണെങ്കിലും ആടാണെങ്കിലും സൂഫി സുജാതാണെങ്കിലും ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനമുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ. ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഫാൻസി ജോണറിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നൊരു പടമാണ്. ആക്ച്വലി അത്യാവശ്യം വലിയൊരു പടമാണ്. ഈവൻ ഞാനും എക്സൈറ്റഡ് ആണ്. ഇതുവരെ ഞാനും ചെയ്യാത്തൊരു ജോണർ ഇത്ര വലിയൊരു ഫ്രാഞ്ചൈസിൽ വന്നതിന് വളരെ സന്തോഷം. എനിക്കറിയാം. ഓക്കെ, ഇപ്പൊ നമ്മള് പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്രാഞ്ചൈസ് ആണ് മലയാള സിനിമയിൽ ഇപ്പൊ ആട് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഓൾറെഡി പറഞ്ഞു ബഡ്ജറ്റിന്റെ കാര്യം ശൈശിക്കുറിപ്പ് പറഞ്ഞിട്ടാണ് നമ്മൾക്കൊക്കെ അതിൽ ഇപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് കയറിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ യു ഹാവ് ഓൾറെഡി മെൻഷൻ ആർട്ടിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ സാധനങ്ങൾ, വലിയ വലിയ തൂണ്, രാജാവിന്റെ കിരീടം എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരൻ വലിയ വലിയ ഡിമാൻഡുകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ലെറ്റ്സ് വെൽക്കം അനീസ് നാടോടി, പ്ലീസ് സ്റ്റേജിലേക്ക് വരും. നമ്മൾ കയറണം. എന്താണ് കുറച്ചൊക്കെ ആ ഫാന്റസി എലമെന്റ് നമുക്ക് ഇദ്ദേഹത്തിൽ നിന്നും കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ. അതെ, ഒന്നും അങ്ങോട്ട് വിട്ട് പറയരുത് എന്ന സൈഡിൽ നിന്ന് ഓരോരുത്തർ കമാൻഡ് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ മുഖത്തെ ആ സന്തോഷം കണ്ടില്ലേ? നിങ്ങൾ കാരണം എത്രയായി ബഡ്ജറ്റ് ഇപ്പോ? Strict order 24. Thank you all. Thank you for coming. And ഇങ്ങനെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫ്രാഞ്ചൈസിന്റെ ഭാഗമായത് താങ്ക് യു യൂണിവേഴ്സ്. എനിക്കാകെ പറയാനാവുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ 224 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. So you can imagine the size and scale we are doing there. And പറഞ്ഞ പോലെ ഏറ്റവും ആട് ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്. എൻ്റെ കരിയറിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്. ഫ്രൈഡേ ഫിലിംസിൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്. ഇത്രമാത്രം പറയുന്നു. And we are trying to deliver the maximum. Once again, thank you media for coming here. Support throughout ഉണ്ടാവണം. So ഒരു വല്ലാത്ത കളിക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും കൂടെ. താങ്ക് യു പ്രൊഡ്യൂസർ, ഡയറക്ടർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയ ഒരാളാണ് ഷാജി പാപ്പൻ. കൂട്ടുകാരുടെ കാര്യത്തിലല്ല കേട്ടോ. കൂട്ടുകാരെ എപ്പോഴും എന്ത് പ്രശ്നമാണെങ്കിലും കൂടെ ഉണ്ടാവും. പക്ഷെ എന്തിനാ മേരി ഷാജി പാപ്പന്റെ അടുത്ത് അങ്ങനെ ചെയ്തത്? ലെറ്റ്സ് വെൽക്കം ഓൺ ടു ദി സ്റ്റേജ് ശൃന്ദ. ഈ തേർഡ് പാർട്ടിലെങ്കിലും ഷാജി പാപ്പൻ തിരിച്ച് സ്വീകരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ആട് ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണ്. ഞാൻ 1983 കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് ആട്. അവിടെ നിന്ന് ഇപ്പം ഇത്രയും വർഷമായി ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു. ആടും ഒരുപാട് വലുതായി. ഇപ്പം തേർഡ് പാർട്ടിൽ വന്ന് നിൽക്കുന്നത്. 1ഉം 2ഉം കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചിട്ട് 2 തീർന്നെന്നാണ് വിചാരിച്ചത് മിഥുൻ. പക്ഷെ 3 എന്നെ സംബന്ധിച്ച്, എൻ്റെ കരിയറിനെ സംബന്ധിച്ച് എന്താ പറയുക, ഭയങ്കര എക്സൈറ്റിങ്ങും ഞാൻ ഇതുവരെയും എന്നെ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. മേരി ഈ പ്രാവശ്യം ചെറുതായിരിക്കും അല്ലേ? അപ്പം ഐ ആം ഓൾസോ വെരി എക്സൈറ്റഡ്. അപ്പം താങ്ക് യു മിഥുൻ, താങ്ക് യു വിജയ്. വിജയാണ് എന്നെ ആദ്യം വിളിച്ചു പറയുന്നത് ഇത്.
വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ മുതൽ ഞാൻ മിഥുൻ എപ്പോഴാണ് എന്നെ വിളിക്കുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വെരി എക്സൈറ്റഡ്. കാരണം നിങ്ങൾ ഈ ആട് ഡെഫിനറ്റ്ലി സംതിങ് എൽസ്. കാണാൻ കാത്തിരുന്നോളൂ. താങ്ക് യു. കുടുംബത്തിലേക്ക് നമ്മൾ എത്തി നോക്കിയിരിക്കുകയാണ്. ഇനി തേർഡ് പാർട്ടില് അദ്ദേഹം ഭാര്യയുമൊത്ത് ജീവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നമുക്ക് സമയത്തിന്റെ ഒരു പരിധി ഉള്ളതുകൊണ്ട് ഞാൻ ബാക്കി ആട് ടീം മെമ്പേഴ്സിനെ എല്ലാം സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. നോബി, നോണി, ലിജോ, റോണിക്സ്, all the team members, please come on to this. Nelson, Colin, എല്ലാവരും ആടിന്റെ ടെക്നിക്കൽ ആക്ടേഴ്സ്, everyone who is part of ആട്, please come. Shivu. നമുക്ക് ക്ലാപ്പിനും ഇതിനും ഒരു മുഹൂർത്തമുണ്ട്, അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എവിടെ എല്ലാരും ഹരി, ഈ ആടിന് ഏകദേശം ഞങ്ങള് 100-120 ദിവസത്തോളമാണ് പ്ലാൻ ചെയ്യുന്നത്. ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആക്ടേഴ്സ് എല്ലാം അവരുടെ കമ്മിറ്റ്മെന്റ് തീർത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലുക്ക് എടുത്ത് വെളിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കുറെ പേർക്ക് അവരുടെ വർക്ക് തീർക്കേണ്ടതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയാഞ്ഞത് ഷോർട്ട് നോട്ടീസിൽ. അപ്പോൾ ഇവിടെ ആടിന്റെ 2 ഫ്രാഞ്ചൈസിയിലും 2 പാർട്ടിലും ഉണ്ടായിരുന്ന കുറെ പേരുണ്ട്, കുറച്ച് പേര് പുതിയതായിട്ടുണ്ട്. എനിക്ക് സംസാരിക്കേണ്ടവർക്കെല്ലാം സംസാരിക്കാൻ തടി വച്ചപ്പോൾ എനിക്ക് ശിവനെ മനസ്സിലാവണം. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വലിയ യാത്രയ്ക്ക് 2025 മെയ് 15 മുതൽ തുടങ്ങുകയാണ്. അതൊരു വലിയ യാത്രയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് 32 വർഷമായി. അപ്പോൾ ആ 32 വർഷത്തിലെ ഏറ്റവും വലിയൊരു സിനിമ ഞാനും വർക്ക് ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കുറേയധികം ടെക്നീഷ്യൻസ് ഇതിലുമുണ്ട്. അതുപോലെ സെക്കൻഡ് പാർട്ടിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. തേർഡിലേക്ക് വരുമ്പോൾ പുതിയ, എനിക്കൊന്നിന് ഇതിന്റെ കൂടെയാണ് കുറച്ചധികം പുതിയ ആൾക്കാരുള്ളത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ആൾക്കാരാണ് കൂടുതലുള്ളത്. ക്യാമറ ടീം പുതിയതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ പുതിയ സിനിമയ്ക്ക് പുതിയ കാലഘട്ടത്തിനുള്ള മാറ്റം അനുസരിച്ച് പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് പേരും ബാക്കി പുതിയ കാലഘട്ടത്തിൽ നിന്ന് കുറെ അധികം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആട് 3 വരാൻ പോകുന്നത്. ഇതിന്റെ ഒരു ബഡ്ജറ്റ് സത്യം പറഞ്ഞാൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓരോ ദിവസവും ബഡ്ജറ്റ് ഇടാനായിട്ട് ഞങ്ങൾ ഇരിക്കും. അപ്പൊ ഓരോന്ന് കൂടി വരുന്നുണ്ട്. ഇതുവരെ ഇട്ടിട്ടില്ല. നാളെ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ ഷാൻ റഹ്മാനെ ഞാൻ ഇന്ന് 2 ദിവസം മുമ്പ് വിളിച്ചു. അപ്പൊ ഷാൻ പറഞ്ഞു ഞാൻ എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു എന്നാണ് ഷാൻ പറഞ്ഞത്. ഷാൻ പുറത്താണ്. ഷാനെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചപ്പോ പുറത്താണ്. അപ്പോ ഈ സിനിമ എനിക്കൊന്നാണ് വരാൻ പോകുന്ന ക്രിസ്മസ് ആണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആട് 2 ജനങ്ങളെ ഏറ്റെടുത്തതുപോലെ ആട് 3 100% ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഏറ്റെടുക്കുമെന്നാണ് വിശ്വാസം. അപ്പോ വിജയ് സാറിനും മിഥുനും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1ാമത്തെ പാർട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫസ്റ്റ് ഷോ പത്മ തിയേറ്ററിൽ കഴിഞ്ഞപ്പോ വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത്രയും ചെയ്തിട്ടും കളക്ഷൻ കുറവാണ്, പല പ്രതികരണം കുറവാണ്. അപ്പൊ അതിൽ നിന്ന് ഇന്നിവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നിർമ്മാണ കമ്പനി ആ വലിപ്പത്തിനോടൊപ്പം വലുതാവുകയും അത് 3ാമത്തെ പാർട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് മലയാള സിനിമയിലെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 5 minutes ഉണ്ട് സംസാരിക്കുന്ന ഭഗത്തോടെ. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് മിഥുനെന്ന ഡയലോഗ് തന്നെ ഇപ്പം പറയാൻ തോന്നുന്നത് പൂരം കൊടിയേറി മക്കളെ തുടക്കം പോയത് ഇനി എല്ലാവരും കൂടി ഒരു ആഘോഷമായിരുന്നു.
എല്ലാവർക്കും നന്ദി. വിജയനോടും ജയേട്ടനോടും എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്നെ ഇവിടെ നിർത്തിയിരുന്ന ജയേട്ടനാണ് അതിന് കാരണമാണ്. താങ്ക് യു ചേട്ടാ. എല്ലാവരും നമസ്കാരം. ഒരുപാട് സന്തോഷം. ആട് മണ്ണിലില്ലായിരുന്നു, ആട് ടൂവിലേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഹിറ്റായി. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. അത് ഇടുമെന്നാ പറഞ്ഞത് സാർ. എന്തായാലും ഇത്രയും വലിയൊരു സിനിമയില് ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. രഞ്ജേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാജി ബാബുന്റെ സ്വന്തം ചേട്ടൻ വരും. ഞങ്ങളെല്ലാം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്റെ സ്ക്രിപ്റ്റ് നന്നായിട്ട് അറിയാവുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒന്നും പറയരുത്. അല്ല, സ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയാമോ ആർക്കെങ്കിലും? ഇവനറിയാം. എല്ലാരും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ തന്നെ ഞാനും പറയുന്നു. ആട് 3 ഗംഭീരമാവട്ടെ. ഇതൊരു ആഘോഷത്തിന്റെ അന്തരീക്ഷമല്ല രാജ്യത്തുള്ളത് എങ്കിലും നമ്മൾ ഈ ചെറിയ പരിപാടിയിൽ വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻസൺ വന്നിട്ടുണ്ട്. ആൻസൺ നമസ്കാരം. എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ആട് 3 ഒരു ഭാഗമാവാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം. ആട് 2 ഉണ്ടാവുന്ന വിജയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ബുധനാചാരൻ എന്നെ വിളിച്ചു. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഗംഭീര ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആട് 1, 2, 3 എല്ലാം ആയി. അപ്പൊ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടാണ്. എല്ലാവരും ഇവിടെ പ്രാർത്ഥനയൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. ഇതിലൊക്കെ ഭാഗമാകാൻ ഈ എന്നെക്കാൾ എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പറയുന്നത് ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യം. അപ്പൊ ഞാൻ എന്ത് പറയണം എന്ന് ഞാൻ ആലോചിക്കുന്നു. എൻ്റെ വളരെ ദൈവത്തിന്റെ അനുഗ്രഹവും ഭാഗ്യമൊക്കെ എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് സാറിന് ഇതിന് ഒക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാം ഈ ജയം പറഞ്ഞ ഈ കഥാപാത്രങ്ങളുടെ പേരെല്ലാവരും വിളിക്കും. എന്നെ ഡ്രാഗൺ പൈലി പേര് വിളിക്കും. എന്നെ വിളിക്കുന്നത് പോട്ടെ, എന്റെ മോളെ സ്കൂളിലെ കുറ്റ പേര് ഡ്രാഗൺ പൈലി ചെയ്യുന്നു. അവിടെ അങ്ങനെ എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ വലിയ പേര് എല്ലാവരും നന്ദി, നമസ്കാരം. ഹരി വിളിക്കലെന്ന് ചെയ്യാൻ വിളിച്ചേക്കായിരുന്നു. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരോടും നമസ്കാരമുണ്ട്. ഞാൻ എന്നെ വിളിച്ച് 1 വർഷം മുമ്പ് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത്. പുള്ളി എന്നെ വെറുത്ത് കാണും, എന്നാലും കുഴപ്പമില്ല, എനിക്ക് അഭിനയിച്ചേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. എന്നെ ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് 1 വർഷത്തിന് ശേഷം പുള്ളി പറഞ്ഞു, എടാ നിന്നെക്കൊണ്ട് വലിയ തലവേദനയാകണേണ്. അങ്ങനെ പറഞ്ഞ് എന്നെ അതിലേക്ക് ആഡ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ആട് 3 മിനിമം ഒരു 100 കോടി ക്ലബിലേക്ക് വരുന്ന ഒരു സിനിമയെ മാറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്. നമുക്ക് വിളക്ക് കൊളുത്തി ആട് 3 തുടക്കം കുറിക്കാം. അതിനായിട്ട് ഞാൻ ലിസ്റ്റിനെയും തോമസിനെയും ഇവിടെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. വിളക്കൊന്നെടുത്ത് സൂര്യൻ
അങ്ങനെ ഈ മലയാളികൾ കാണാൻ കാത്തിരിക്കുന്ന ആ ഒരു ഫാന്റസി, ആ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫ്രാഞ്ചൈസി ആട് 3 ഇവിടെ വിവിധയിലേക്കാണ്. ഇനി എല്ലാവരും ഡിസംബറിൽ ഈ ഒരു ക്രിസ്മസ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആട് 3യുടെ കൂടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതും ഒരുപാട് ചിരിയുമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഒരു ഗംഭീര ഹിറ്റ് തന്നെയാവട്ടെ. മലയാള ചരിത്രത്തില്, മലയാള സിനിമാ ചരിത്രത്തില് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് നർമ്മം ഈ ഒരു സിനിമയിൽ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കാം. ആട് 3യുടെ എൻറ്റയർ ക്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് പടത്തിന് റിലീസോട് കൂടി നമുക്ക് അറിയാം. Thank you so much, everyone. You may kindly get back to your seats. ഹലോ, നമ്മുടെ സ്വിച്ച് ഓൺ ഫസ്റ്റ് ക്ലാസ് പരിപാടികളിലേക്ക് കടക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ആട് സംബന്ധിച്ച പരിപാടികൾ അവസാനിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് ആളുകളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ആദ്യമായിട്ട് പടക്കളത്തിന്റെ വിജയത്തിൽ നിൽക്കുന്ന മിസ്റ്റർ ഷാഫുദ്ദീൻ, ഐശ്വര്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യേണ്ടത് മിസ്റ്റർ ഷാഫാണ്. ഒരു 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മറ്റേ കാര്യം പറഞ്ഞില്ല, ഞാൻ പറയും. ഒന്നുമില്ല, ശരിക്കും ആട് സിനിമയിലെ എന്നെ സിനിമയിലേക്ക് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഒരുപാട് ആരുമില്ലായിരുന്ന സമയത്തൊക്കെയാണ് ആട് സിനിമ നടക്കുന്നത്. അപ്പോൾ ആട് സിനിമയിൽ ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ സമയത്താണ് പ്രേമം നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസരം ചോദിച്ച് നടന്ന് ഞാൻ ഡേറ്റ് ക്ലാഷിൽപ്പെട്ടു പോയതാണ് പ്രേമമാണ്. അങ്ങനെ ഒരു സത്യമുണ്ട് ഇതിന്റെ പുറകില്. അതെ, ഞാൻ സ്വിച്ച് ഓൺ അല്ല, ഞാൻ തള്ളി കയറുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ കയറി പറ്റും. ഓക്കെ, താങ്ക് യു. ഇനി ഫസ്റ്റ് ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളും മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന പുതിയ സംവിധായകനുമായ ശ്രീ ഉണ്ണിയപ്പൂപ്പനെ ആക്ടർ സൂപ്പർ സ്റ്റാർ പരിപാടികളൊക്കെ വിട്ടുകൊണ്ട് ഡയറക്ടർ ഉണ്ണിയപ്പൂപ്പനെ ക്ഷണിക്കുകയാണ്. രണ്ടുപേരും സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. സ്വാമിയർ എൻ്റെ എന്താ പറയാ, എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ചേട്ടൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാൻ ഇതിൻ്റെ ഇതിനുവേണ്ടി സംസാരിച്ച് ഞങ്ങൾ പാലക്കാട് എത്തി. മിഥുൻ എന്ന് പറയുന്നത് എൻ്റെ സെറ്റ്, ഇറ്റ്സ് എ ഹ്യൂജ് സെറ്റ് അവിടെ നടക്കുന്നത്. വിജയൻ്റെ ഫ്രണ്ടാണ്. എല്ലാവരും ഓൾ ദ കാസ്റ്റ് ഒരു ഫ്രാഞ്ചൈസി ആയിട്ടൊക്കെ വരാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസും അതിൻ്റെ ലോജിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാവുന്നവർക്ക് അറിയാം. ഇറ്റ്സ് ഹ്യൂജ്. അതും നിങ്ങളെല്ലാവരും പറഞ്ഞു കേട്ടു. ഒരു പരാജയത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഈ ടീം എല്ലാവിധ ഭാവങ്ങളും ഐ റിയലി ഫീൽ ദാറ്റ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനിയും നല്ല സിനിമകൾ വരട്ടെ. എൻ്റെ കരിയറിൽ ആട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് നടത്തിയൊരു ഘട്ടം കൂടിയുണ്ട്. ലൈക്ക് മാർക്കോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആടിൻ്റെ
മാർഗോ ചെയ്താലോ എന്ന്. അപ്പോൾ അത് ആർക്കും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആൻഡ്രോ ചേട്ടനോട് ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ആൻഡ് ഐ ഹാവ് ടു താങ്ക് ഹിം ബിക്കോസ് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ശക്തി പോയി അത് ചെയ്തോ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു നയാ പൈസ പോലും പുള്ളി മേടിച്ചില്ല. ആ ഒരു NOC എനിക്ക് തന്നു. എന്നാൽ ഗിവ് മി ദ ഫ്രീഡം ടു ഗോ അഹെഡ്. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഒരു കൺവിക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാണ്. ആൻഡ് ഐ പാർട്ട് ഓഫ് ദാറ്റ്. സോ ആട് 3 വിജയിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ബിക്കോസ് ഇനിയും നല്ല സിനിമകൾ വരട്ടെ, ഇനിയും ഇൻസ്പിറേഷൻസ് ഉണ്ടാവട്ടെ. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എസ്പെഷ്യലി ചേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല, എനിക്ക് കത്തനാർ കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ രാജ്യം അത്രയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനല്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് വി പ്രേ ഫോർ ദി കൺട്രി ആസ് വെൽ. ബട്ട് ഇതൊരു നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കം. ആൻഡ് ഐ ആം ഹാപ്പി ദാറ്റ് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ ഷാജി പാപ്പനെയും തോമസ് പാപ്പനെയും ക്ലാപ്പിന്റെ പുറകിൽ മുഖം കൊടുക്കാനായി ക്ഷണിക്കുകയാണ്. ഫ്രഷ് ഷോട്ടിനായിട്ട് തോക്ക് വേണ്ട, അത് പൊട്ടത്തില്ല. അതിനുശേഷം സ്ക്രിപ്റ്റ് കൊടുത്തതിന് ശേഷം എന്നോട് പലരും ചോദിച്ചു പടക്കളത്തിനെ കുറിച്ച് 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സോ പടക്കളം ടീം is here. We'll have a meet the press question and a census cake cutting ceremony after this. So press should hang on. Please, Mithun, director, please. അടുത്തതിന് സ്ക്രിപ്റ്റ് കൈമാറാൻ വേണ്ടിയിട്ട് സ്മിത ആൻഡ് സരിത 2 പേരും കൂടി സ്റ്റേജിലേക്ക് വരിക.